പ്രതിഷേധങ്ങൾക്കിടെ ആവിക്കൽത്തോട് കോതി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനവുമായി കോഴിക്കോട് കോർപ്പറേഷൻ ബജറ്റ്. STP പദ്ധതികൾക്കായി 336 കോടി രൂപ വകയിരുത്തി. മെഡിക്കൽ കോളേജിൽ പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്ന ആവിക്കൽത്തോട് കോതി സീവേജ് പ്ലാന്റുകൾ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുമെന്നാണ് കോർപ്പറേഷൻ ബജറ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിനായി പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും ബജറ്റിൽ പറയുന്നു. ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നവീകരണവും ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. ഏറെക്കാലമായി കോർപ്പറേഷൻ പരിഗണനയിലുള്ള മെഡിക്കൽ കോളേജ് ബസ് ടെർമിനൽ ഈ ബജറ്റിലും സ്ഥാനം പിടിച്ചു. പാളയം മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള പാളയം സിറ്റി സെന്ററും ബജറ്റ് പ്രഖ്യാപനത്തിൽ ശ്രദ്ധേയമാണ്. രുചിപ്പെരുമ കൊണ്ട് പേരുകേട്ട നഗരത്തിൽ ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് അവതരിപ്പിച്ച ബജറ്റിലുണ്ട്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരപ്പറമ്പ് ജംഗ്ഷനിൽ കനോലി കനാലിന് കുറുകെ പാലം 1 കോടി രൂപ, മെഡിക്കൽ കോളേജ് കാളാണ്ടിത്താടം റോഡ് 2 കോടി, ഇതിനു പുറമെ വെള്ളയിൽ മത്സ്യഭവൻ 2 കോടി, സെന്റർ പാർക്കിന് 9 കോടി രൂപ, ബേപ്പൂർ ഉൾപ്പെടെ 11 ചെറുകിട തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് 5 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു. യുനെസ്കോ സാഹിത്യ നഗരം പദവി ലഭിച്ച കോഴിക്കോടിന്റെ സാഹിത്യ നഗര പദ്ധതിക്കായി 5 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാരികളുടെ പ്രതിഷേധം തുടരുന്നതിനിടെ പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താംകടവിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നുമാണ് ബജറ്റ് പ്രഖ്യാപനം. 24 കോഴിക്കോട്.